ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമുക്കൊന്നൊരു ജേണലൊക്കെ ചെയ്യാൻ പറ്റിയ സീൽ സ്റ്റാമ്പ് എന്നൊക്കെ പറയില്ലേ, ആ സാധനം ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മളുടെ കയ്യിലില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ക്ലേ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ എടുക്കുന്നത് ഇതേ പർപ്പിൾ കളറാണ്. പർപ്പിൾ കളറ് ഒന്ന് ലൈറ്റ് ആക്കാനായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ലൈറ്റ് കളറാക്കി കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ സ്കിൻ കളർ, നമ്മളുടെ പീച്ച് കളർ ഉണ്ടാവുമല്ലോ, ഈ ഒരു പീച്ച് കളർ പോലെ അത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു കളർ കിട്ടും. വൈറ്റും യൂസ് ചെയ്യാം കേട്ടോ, വൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. ബട്ട് ഞാനിവിടെ എടുക്കുന്നത് ഈ സ്കിൻ കളറാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ദേ നമ്മളുടെ ഇതൊക്കെ നന്നായിട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട്. ബട്ട് നമുക്ക് ഈ ഒരു കളർ എല്ലായിടത്തും നമുക്ക് സത്യം പറഞ്ഞാൽ ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഈ സ്കിൻ പോലത്തെ കളർ ഉണ്ടാവുമല്ലോ, ഇത് കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കളർ കിട്ടുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും കുറച്ചും കൂടി എടുക്കുന്നുണ്ട്. കുറച്ചും കൂടി എടുത്തിട്ട് രണ്ടും തമ്മിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ളൊരു പർപ്പിൾ കളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് പേസ്റ്റൽ കളറായിട്ടുള്ളൊരു പർപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് സ്റ്റാമ്പിൻ്റെ സാധനം തുടങ്ങാൻ പോകുന്നത്, എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ഇത്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ നമ്മളിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതുപോലുള്ള വല്ല ഇതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മൂടിൻ്റെ ഭാഗം ഉണ്ടാവുമല്ലോ, ഇല്ലാത്തവരെ അങ്ങനെ ചെയ്താൽ മതി. ഇതുപോലത്തെ വല്ല സാധനം ഉണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ വെച്ചിട്ട് അതിന് മുകളിൽക്കൂടെ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാമ്പ് രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതാ കണ്ട, ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഇതുണ്ടാവുക. പുതിയ ഹോൾസ് എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു സ്റ്റാമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കളറിലായിട്ടൊന്ന് ഡിസൈനായിട്ടുള്ളൊരു സാധനം ചെയ്യാനായിട്ട് നമ്മളിതേ കുറച്ച് ക്ലേ എല്ലാം എടുക്കുക. എന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ അവിടെ ഇതാക്കാൻ പോകുന്നത് കുഞ്ഞു ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു ഫ്ലവറാക്കി ആയാലും അടിപൊളിയായിരിക്കും ഗൈസ്. കുഞ്ഞു ഫ്ലവറാണെന്നൊന്നും അറിയത്തില്ല, ഒരു ഫ്ലവർ പോലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു റൗണ്ട്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതുപോലൊരു കുട്ടി ഫ്ലവർ എല്ലാം ചെയ്ത് കൊടുത്തു. ഫ്ലവർ പോലെ തോന്നുന്നില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ അങ്ങനെ ചെറിയൊരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താണ് ഈ ഒരു സ്റ്റാമ്പ്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇത്രയും സീൽ സ്റ്റാമ്പ്സ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറേ സ്റ്റാമ്പ്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.